അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളിൽ പല ആളുകളും പുണ്യ യാത്രയ്ക്ക് വേണ്ടി അഥവാ ഹജ്ജിനും ഉംറക്കുമൊക്കെയായി യാത്ര പോകുവാൻ തയ്യാറെടുക്കുന്ന സമയമാണല്ലോ. ഈ പുണ്യയാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരം പുണ്യയാത്രകൾക്ക് ഒരുങ്ങുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട സംഗതി അവരുടെ കർമ്മങ്ങൾ, അവരുടെ ഹജ്ജ്, ഉംറ, ഈ യാത്രയെല്ലാം പടച്ചറബിന് വേണ്ടി മാത്രമായി ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നിർവഹിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അവരുടെ നെയ്യത്തിൽ മറ്റു തരത്തിലുള്ള റിയാഓ സുംഅത്തോ അഥവാ ലോകമാന്യമോ പ്രകടനപരതയോ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രശംസക്കും പ്രശസ്തിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത്തരം കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി നല്ല നെയ്യത്തോടുകൂടി പുറപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഹജ്ജിൻ്റെയും ഉംറയുടെയും മത നിയമങ്ങൾ, വിധിവിലക്കുകൾ കൃത്യമായി പഠിച്ചറിയാൻ പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നതാണ്. വേണ്ട പുസ്തകങ്ങൾ വായിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും അങ്ങനെ മതപരമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അറിവ് നമ്മൾ സമ്പാദിച്ചിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ഏറ്റവും നല്ല സഹയാത്രികരെ, കൂട്ടുകാരെ കൂട്ടാൻ, അവരോടൊപ്പമുള്ള യാത്രക്ക് വേണ്ടി ശ്രദ്ധിക്കുക എന്നതാണ്. അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തിത്തരാനും നന്മകൾ പ്രേരിപ്പിക്കുവാനും ഉപദേശിക്കുവാനും പരസ്പരം സഹായിക്കാനും മനസ്സിണക്കത്തിനും സഹകരണത്തിനുമൊക്കെ പറ്റിയ നല്ല ആളുകൾ കൂടെയുണ്ടാകൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. നാലാമത്തേത്, അയാളുടെ യാത്രക്കും കർമ്മങ്ങൾക്കും ആവശ്യമായ പണവും സൗകര്യങ്ങളുമൊക്കെ കരുതി വെക്കുക എന്നതാണ്. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ആളുകളോട് കൈനീട്ടേണ്ടുന്ന അവസ്ഥ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്ന നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നമുക്ക് കൂടെയുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത്, അതുപോലെ തിരിച്ചും നല്ല രീതിയിൽ പെരുമാറാൻ, നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങളൊക്കെയായി ആ യാത്ര പുണ്യത്തിൻ്റെ യാത്രയാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആറാമത്തെ ഒരു കാര്യം, ഈ യാത്രയിലെ സമയമത്രയും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ദുആകൾ, പടച്ചറബിനോട് അധികരിപ്പിക്കുന്ന ഇസ്തിഗ്ഫാർ, തൗബ, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിൽ മാത്രം വിനിയോഗിക്കാൻ സാധിക്കണം. സമയവും ഒഴിവുവേളയും അതേപോലെ നമ്മുടെ കർമ്മങ്ങളൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മോശമായ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ ഇടവരരുത്. നാവിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തൊരു കാര്യം, മറ്റുള്ളവരെ യാതൊരു നിലയിലും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കൈകാലുകൾ കൊണ്ടോ വേറെ ഏതെങ്കിലും നിലക്കോ ഉപദ്രവിക്കാതിരിക്കുക, ശല്യം ചെയ്യാതിരിക്കുക എന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പരമാവധി ഗുണം ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന, സദാസമയവും നന്മകൾ വർഷിക്കുന്ന ഒരു വടവൃക്ഷത്തെ പോലെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മറ്റൊരാൾക്കും ഒരു ശല്യമോ പ്രയാസമോ ആകാതിരിക്കാൻ നമ്മുടെ വസ്ത്രം, അതേപോലെ തന്നെ നമ്മുടെ വായ, ശരീരം എല്ലാം വൃത്തിയോടുകൂടി ആ ഒരു രീതിയിൽ പോലും മറ്റുള്ളവർക്ക് നമ്മൾ പ്രയാസകരമാകാതിരിക്കാൻ മനസ്സ് വെക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.